നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഡിസംബർ 25-ാം തീയതി സത്യത്തിൽ യേശുവിന്റെ ജനന തീയതി തന്നെയാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബൈബിളിൽ ഈ തീയതിയിലാണ് യേശു ജനിച്ചതെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ആഘോഷിച്ചു വരുന്ന ആ പരമ്പര തന്നെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്? പലരും അറിയാൻ ആഗ്രഹിക്കുന്ന യേശുവിന്റെ ജനന തീയതിയിലെ ആ രഹസ്യം നമുക്ക് ഈ വീഡിയോയിൽ ചുരുളഴിക്കാം. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് യേശുവിന്റെ ജനനം. മത്തായിയുടെയും ലൂക്കോസിന്റെയും സുവിശേഷങ്ങളിൽ വിശദമായി അത് വിവരിക്കുന്നുണ്ട്. ആ വിവരങ്ങൾ അനുസരിച്ച് ഇതെല്ലാം തുടങ്ങുന്നത് നസറേത്തിലെ മറിയ എന്ന യുവതിയെ ഗബ്രിയേൽ ദൂതൻ സന്ദർശിച്ച സമയം മുതലാണ്. ഗബ്രിയേൽ ദൂതൻ മാനവകുലത്തിന്റെ ഗതിയെ മാറ്റുന്ന ദൈവത്തിന്റെ സന്ദേശം മറിയയ്ക്ക് കൊടുത്തു. അതെന്താന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കപ്പെട്ട് നീ ഒരു കുഞ്ഞിന് ജന്മം നൽകും, അവൻ ദൈവത്തിന്റെ മകനെന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. ഇങ്ങനൊരു വാർത്ത ഒരാൾക്ക് കിട്ടിയാൽ ഉള്ള ഒരു ഞെട്ടലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതേസമയം തന്നെ മറിയ യോസഫിനായി നിശ്ചയിച്ചിരിക്കുമായിരുന്നു. യോസഫ് ഒരുപാട് പേടിച്ചു, സംശയിച്ചു. പക്ഷേ സ്വപ്നത്തിൽ ഇതെല്ലാം ദൈവത്തിന്റെ വലിയ പദ്ധതിയാണെന്ന് യോസഫിന് ഉറപ്പ് കിട്ടി. ഇപ്പോ ഇങ്ങനൊരു ചിത്രം ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. ശക്തനായ റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ജനസംഖ്യ കണക്കെടുപ്പിന് വേണ്ടി എല്ലാവരും അവരവരുടെ ജന്മസ്ഥലത്തിലേക്ക് മടങ്ങി വരണമെന്ന് കൽപ്പന കൊടുത്തു. അപ്പോ മറിയ ഗർഭവതിയാണ്. പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും യോസഫും മറിയയും യാത്ര തിരിച്ചു. അവരവിടെ എത്തിയപ്പോഴേക്കും ആ നഗരത്തിലെ എല്ലാ ഹോട്ടലുകളും, അതായത് സത്രങ്ങളും ആളുകൾ കൊണ്ട് നിറഞ്ഞു. അപ്പോ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കന്നുകാലി മൃഗങ്ങളുടെ ഇടയ്ക്ക് ഒരു സ്ഥലം റെഡിയാക്കി. ആ സമയത്ത് പ്രസവവേദന വന്നു. അവിടെ വെച്ച് ലോകരക്ഷകൻ ജനിച്ചു. അവനെ ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി. അതേസമയം അതിന്റെ കുറച്ചടുത്തെവിടെയോ ആട്ടിടയന്മാർ രാത്രിയിൽ ആടുകളെ കാവൽ ചെയ്യുമായിരുന്നു. പെട്ടെന്നൊരു ദർശനം അവർ കണ്ടു ഞെട്ടി. ഒരു ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി രക്ഷകൻ ജനിച്ചു എന്ന സന്തോഷ വാർത്ത അവരോട് പറഞ്ഞു. ഉടൻ തന്നെ തിരക്ക് കൂട്ടി പെട്ടെന്ന് വന്ന് നോക്കിയപ്പോൾ ദൂതൻ പറഞ്ഞതുപോലെ തന്നെ മറിയയെയും യോസഫിനെയും കുഞ്ഞു യേശുവിനെയും കണ്ടു. ഈ അനുഭവം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുക മാത്രമല്ല, കാലങ്ങളോളം പ്രതിധ്വനിക്കുന്ന സാക്ഷ്യങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കിഴക്ക് നിന്നുള്ള ജ്ഞാനികളെ ഒരു പ്രത്യേക നക്ഷത്രം യേശു ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവന്നു. അവർ ജ്ഞാനികൾ അല്ലെങ്കിൽ മാന്ത്രികന്മാർ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അവർ ഒരുപാട് വിലയുള്ള പൊന്ന്, കുന്തിരിക്കം, മൂര് പോലുള്ള സമ്മാനങ്ങൾ കൊണ്ടുവന്നു. സമ്മാനങ്ങളെല്ലാം രാജകീയത, ദൈവത്വം, പിന്നെ ത്യാഗം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ മാന്ത്രികന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ പല രാജ്യങ്ങളിലും വിശ്വസിക്കുന്നത് പോലെ യേശു ജനിച്ച് പുൽത്തൊട്ടിയിൽ കിടന്ന അന്ന് രാത്രിയിലല്ല അവർ വന്ന് കണ്ടത്. ശരി, യേശു ഡിസംബർ 25 സത്യത്തിൽ ജനിച്ചതെന്ന ചോദ്യം പല ആൾക്കാർക്കും സംശയം ഉണ്ടാക്കുന്നുണ്ടെന്നറിയാം. അതറിയാനുള്ള ഒരു സൂചന എന്ന് പറഞ്ഞാൽ, ആട്ടിടയന്മാർ പുറത്തു ചെന്നിരുന്ന് ആടുകളെ കാവൽ കാത്ത കാര്യമാണ്. കാരണം ഡിസംബർ എന്ന് പറഞ്ഞ പുരാതന യഹൂദ കലണ്ടർ അനുസരിച്ച് ആ മാസം കിസ്ലേവാണ്. അത് ഒടുക്കത്തെ തണുപ്പും ഒടുക്കത്തെ മഴയുള്ള ഒരു മാസമാണ്. അങ്ങനത്തെ മാസങ്ങളിലൊക്കെ ആട്ടിടയന്മാർ ആടുകളുടെ കൂടെ നിൽക്കാറില്ല. അതുമാത്രമല്ല, ആ സമയത്ത് യോസഫും മറിയയും ചെയ്തതുപോലുള്ള ദൂരയാത്രകൾ തണുപ്പ് കാലത്തിൽ വളരെ കുറവായിരുന്നു. കാരണം തണുപ്പ് കാലത്തുള്ള യാത്ര ഒരുപാട് അപകടം പിടിച്ചതും യുക്തിക്ക് നിരക്കാത്തതുമാണ്. ഈ സമയത്ത് റോമാക്കാർ ഇങ്ങനെ ഒരു സെൻസസിന്റെ കൽപ്പന കൊടുത്ത് ജനത്തെ കൊല്ലാൻ സാധ്യതയില്ല. കാരണം ആൾക്കാർ ഒരുപാട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ടാക്സ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നല്ല തണുപ്പ് മഴയുള്ള സമയത്ത് ജനത്തിന് ഇങ്ങനെ ഒരു കൽപ്പന കൊടുത്ത് അവരുടെ ജീവിതത്തെ ചോദ്യചിഹ്നമാക്കില്ല. അങ്ങനെയാണ് യേശു ജനിച്ചത് ഡിസംബറിലാണ് അല്ലെങ്കിൽ കിസ്ലേവിലാണ് എന്ന് പറയുന്നത് ചരിത്രപരമായും സാംസ്കാരികപരമായും അല്ല എന്ന് പറയുന്നത്. മധ്യകിഴക്കൻ കാലാവസ്ഥയും സാമ്പത്തിക സാഹചര്യങ്ങളും സൂചിപ്പിക്കുന്നത് യേശുവിന്റെ ജനനത്തിന് ഏറ്റവും സാധ്യതയുള്ള സമയം ഏപ്രിൽ, ജൂൺ അല്ലെങ്കിൽ ഒക്ടോബർ തുടങ്ങിയ അത്യാവശ്യം ചൂടുള്ള മാസങ്ങളിലായിരിക്കും എന്നാണ്. ഈ മാസങ്ങളിൽ യഹൂദരുടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ വരുന്നുണ്ട്. പെസഹ ഏപ്രിൽ മാസത്തിൽ, പെന്തക്കോസ്ത് ജൂൺ മാസത്തിൽ, കൂടാരപ്പെരുന്നാൾ ഒക്ടോബർ മാസത്തിൽ. ഈ സമയങ്ങളിൽ യാത്രയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. വിളവെടുപ്പ് നടക്കുന്ന സമയം നഗരങ്ങൾ ആൾക്കാരെ കൊണ്ട് നിറയും. ഈ ഉത്സവങ്ങളെല്ലാം ആൾക്കാർ യാത്ര ചെയ്യാനും ഒത്തുചേരുവാനും നഗരത്തിൽ ആൾക്കാരെ കൊണ്ട് നിറയുന്ന സമയത്താണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് തരുന്നുണ്ട്. ഈ ചരിത്രപരവും സാംസ്കാരികപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ യേശുവിന്റെ ജനനം കിസ്ലേവ്, അതായത് ഡിസംബർ എന്ന കഠിനമായ തണുപ്പ് കാലത്തേക്കാൾ വസന്തകാലത്തും ചൂടുള്ള കാലത്തും ആണ് കൂടുതൽ യോജിക്കുന്നതെന്ന് കാണിക്കുന്നു. യഹൂദിയയിൽ ഹെരോദ രാജാവ് ഭരിക്കുന്ന സമയത്ത് അബ്യാക്കൂറിന്റെ വിഭാഗത്തിലെ ഒരു പുരോഹിതനായ സെഖറിയാവെ നമുക്ക് കാണാം. ഇത് കാര്യമായ സൂചനകളുള്ള വിവരണമാണ്. 1 ദിനവൃത്താന്തം 24ന്റെ 10-ാം വാക്യം അനുസരിച്ച് ദാവീദ് രാജാവ് 24 ഗ്രൂപ്പുകളായി പുരോഹിതന്മാരെ തരംതിരിച്ചു. ഓരോ പുരോഹിതന്മാരും 15 ദിവസം ദേവാലയത്തിൽ സേവ ചെയ്യണം.
അത് കൃത്യമായ കാലക്രമത്തെക്കുറിച്ച് ഒരു സൂചന തരുന്നുണ്ട്. നമ്മുടെ കലണ്ടറിലെ മാർച്ചിനും ഏപ്രിലിനും ഇടയ്ക്ക് ആരംഭിക്കുന്ന ജൂതമാസമായ തമ്മൂസിന്റെ രണ്ടാം പകുതിയിലാണ് അബിയക്കൂറിന്റെ എട്ടാമത്തെ ക്രമം വരുന്നത്. അങ്ങനെ ആ സമയത്ത് സക്കറിയ ദേവാലയത്തിൽ ധൂപം കാട്ടുന്ന സമയത്താണ് യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നതിനെക്കുറിച്ച് ദൂതനുമായി ഒരു പ്രകൃത്യാതീതമായ ഒരു ദർശനം കാണുന്നത്. അവന്റെ ഭാര്യ വലിയ താമസമില്ലാതെ ഉടൻ തന്നെ ഗർഭം ധരിച്ചു. അപ്പൊ യോഹന്നാൻ സ്നാപകനെ ഗർഭം ധരിച്ചത് ജൂലൈ മാസത്തിലാണ്. അതിൽ നിന്ന് 9 മാസം കഴിഞ്ഞ് നോക്കിയാൽ എബ്രായ കലണ്ടർ ആരംഭിക്കുന്ന നിസാൻ മാസത്തിൽ വരും. അതായത് നമ്മുടെ കലണ്ടറിൽ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസം ആയിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 1:24 വാക്യത്തിൽ എലിസബത്ത് ആദ്യ 5 മാസം ഈ ഗർഭത്തെക്കുറിച്ച് ആരോടും പറയാതെ ഒളിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. എലിസബത്ത് ഗർഭം ധരിച്ച് 6-ാം മാസത്തിൽ ഒരു അസാധാരണമായ വേറൊരു കാര്യം കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്. അത് മറിയുടെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ വന്ന് നീ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് എലിസബത്ത് ഗർഭം ധരിച്ചതിന്റെ 6-ാം മാസത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോ ഏപ്രിൽ മാസത്തിലോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു 3 മാസം പുറകോട്ട് പോകണം. അപ്പോ യോഹന്നാൻ സ്നാപകൻ നിസാൻ മാസത്തിലാണ്, അതായത് മാർച്ചിലോ അല്ലെങ്കിൽ ഏപ്രിലോ ആണ് ജനിക്കുന്നത്. അതിൽ നിന്ന് ഒരു 3 മാസം പുറകോട്ട് പോകണം എലിസബത്തിന്റെ 6-ാം മാസം. അപ്പോ ഡിസംബറോ അല്ലെങ്കിൽ ജനുവരിയോ ആണ്. ആ മാസത്തിലാണ് മറിയ ഗർഭം ധരിക്കുന്നത്. അപ്പോ 9 മാസം മുൻപോട്ട് നോക്കിയാൽ സെപ്റ്റംബറോ അല്ലെങ്കിൽ ഒക്ടോബറോ ആകാനാണ് സാധ്യത. എബ്രായ മാസത്തിൽ തിഷേർ. അതുമാത്രമല്ല, എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് AD 1 യേശു ജനിച്ചതെന്നാണ്. അതുകൊണ്ടാണ് അന്നു മുതൽ AD എന്നും BC എന്നും തരംതിരിച്ചിരിക്കുന്നത് എന്നാണ്. പക്ഷേ ഇതിനകത്ത് കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ കലണ്ടർ കണക്ക് കൂട്ടലിൽ വന്ന ഒരു മിസ്റ്റേക്കാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെയാണ് യേശു ജനിച്ചത്, അതായത് BC 6-നും 4-നും ഇടയ്ക്ക്. ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സംശയം ഉണ്ടാകാം. വിഷമിക്കേണ്ട, ഈ കാര്യം നമുക്ക് വിശദമായി നോക്കാം. ചരിത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് യേശു ജനിച്ച നൂറ്റാണ്ടുകൾക്ക് ശേഷം നടത്തിയ കണക്ക് കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് കലണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. അതിൽ ഒരുപാട് പൊരുത്തക്കേട് പണ്ഡിതന്മാർ പിന്നീടാണ് ശ്രദ്ധിച്ചത്. പക്ഷേ കലണ്ടർ അതിനകം തന്നെ വ്യാപകമായി എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങി. അത് തിരുത്താൻ അവർക്ക് ആ സമയത്ത് അസാധ്യമായിരുന്നു. അങ്ങനെ യേശു BC 6-നും 4-നും ഇടയ്ക്കാണ് ജനിച്ചതെന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അതൊരു വിരോധാഭാസമായിട്ട് തോന്നാം. പക്ഷേ യേശു BC 6-ലോ അല്ലെങ്കിൽ 4-ലോ ജനിച്ചു എന്ന് പറഞ്ഞ് യേശുവിന്റെ പ്രാധാന്യം അവിടെ നഷ്ടപ്പെടുന്നില്ലല്ലോ. പക്ഷേ കലണ്ടർ അനുസരിച്ച് യേശു BC 6-ലോ 4-ലോ ആയിരിക്കും ജനിച്ചത് എന്നുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നാലും ഈ കാലാനുസൃതമായ വിശദാംശങ്ങളല്ല ഏറ്റവും പ്രധാനപ്പെട്ട വശം. ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്താണെന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ക്രിസ്മസ് ഡിസംബർ 25-ാം തീയതി ആഘോഷിച്ചെന്നോ അല്ലെങ്കിൽ മാർച്ചിൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് അവസാനമോ ആഘോഷിച്ചെന്ന് പറഞ്ഞ് അതൊരു പ്രശ്നമേ അല്ല. യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും യേശു നമ്മുടെ ഉള്ളിൽ ജനിക്കണം എന്നേ ഉള്ളൂ. ഓരോ പ്രഭാതവും ഈ ദിവ്യമായ നവീകരണം അനുഭവിക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. ദൈവകൃപയിലും സ്നേഹത്തിലും ജീവിക്കാൻ നമ്മെ കൂടുതൽ ക്ഷണിക്കുന്നു. യേശുവിന്റെ ജനനത്തിന്റെ കാര്യങ്ങൾ ഭൗതിക സംഭവങ്ങളെ മറികടക്കുന്നു. മനുഷ്യനായി ആഴത്തിലുള്ള ബന്ധം ഉരുവാക്കുവാനായി നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്ന രീതിയിൽ മനുഷ്യനാകാൻ ദൈവം തിരഞ്ഞെടുത്ത അവതാരത്തെ ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. ദൈവിക വിനയത്തിന്റെ ഈ പ്രവൃത്തി ചരിത്രത്തെ അടയാളപ്പെടുത്തുക മാത്രമല്ല, നിത്യതയെ മാറ്റുന്ന രക്ഷയ്ക്കുള്ള ഒരു പദ്ധതിയെ തുടങ്ങി. അതിനാൽ ബത്ലഹേം കേവലം ഒരു ഭൂപടത്തിലെ ഒരു ലൊക്കേഷൻ മാത്രമല്ല, ദൈവത്തിന്റെ സ്നേഹവും കൃപയും പ്രത്യക്ഷമായി പ്രകടമാക്കാൻ തുടങ്ങിയ അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് യേശു ഇമ്മാനുവലാണ്, ദൈവം നമ്മോട് കൂടെ. അവന്റെ ജനനം അസാധാരണമായ ഒരു ജീവിതത്തിന്റെ തുടക്കം മാത്രമല്ല, ക്രൂശിലെ വീണ്ടെടുപ്പിന്റെ ത്യാഗത്തിൽ അവസാനിക്കുന്ന ഒരു യാത്രയുടെ തുടക്കമായിരുന്നു. സത്യം പറഞ്ഞ ക്രിസ്മസ് ആഘോഷം ഈ സംഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രക്ഷയുടെയും പ്രത്യാശയുടെയും വീണ്ടെടുപ്പിന്റെ സന്ദേശത്തിന് സകല മനുഷ്യരെയും ഒന്നിപ്പിക്കുന്നു. യേശുവിന്റെ ജനനം ആഘോഷിക്കുന്നതിനുള്ള തീയതിയായി ഡിസംബർ 25 തിരഞ്ഞെടുത്തത് ബൈബിൾ നേരിട്ട് എവിടെയും പറഞ്ഞിട്ടില്ലാത്തതാണ്. അത് ആദ്യകാല ക്രിസ്തു മതത്തിലെ കത്തോലിക്ക സഭയുടെ ചരിത്രപരവും സാംസ്കാരികപരമായ തീരുമാനങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ഡിസംബർ 25-ന് റോമൻ സറ്റനലിയ, ശനിയെ ആദരിക്കുന്ന ഉത്സവം, DS നറ്റലെ സോലിസ് ഇൻവിസിറ്റി അല്ലെങ്കിൽ ജയിക്കാത്ത മകന്റെ ജനനം തുടങ്ങിയ പ്രധാനപ്പെട്ട പുരാതന ആഘോഷങ്ങളുമായി ഇത് പൊരുത്തപ്പെടുന്നുണ്ട്. ഈ ആഘോഷങ്ങൾ വടക്കൻ രാജ്യങ്ങളിലെ തണുപ്പ് കാലം അവസാനിക്കുന്നതിനെ അടയാളപ്പെടുത്തുന്നു. ഇരുട്ടിന്റെ മേൽ വെളിച്ചത്തിന്റെ വിജയത്തെ പ്രഖ്യാപിക്കുന്നതാണ് ഈ ആഘോഷങ്ങൾ. ഈ തീയതി തിരഞ്ഞെടുക്കുന്നതിലൂടെ പുറജാതീയ ജനതയ്ക്ക് ഇതിനകം തന്നെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് പേഗന്റെ ഉത്സവം. സഭ അതിനെ പ്രയോജനപ്പെടുത്തി നിലവിലുള്ള ആ ആചാരങ്ങളെ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ക്രിസ്തുമതത്തിന്റെ സ്വീകാര്യതയെ സുഗമമാക്കി. ഈ സാംസ്കാരിക തന്ത്രം ക്രിസ്തുമതത്തിന്റെ വ്യാപനത്തെ സഹായിച്ചു. ബെത്ലഹേമിൽ ശിശുവായി അവതരിച്ച ദിവ്യസ്നേഹത്തിന്റെ ആഘോഷമാണ് ക്രിസ്മസ്. എല്ലാ മനുഷ്യരാശിക്കും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സന്ദേശം നൽകുന്നു. ഈ സീസൺ ദൈവത്തിന്റെ സ്നേഹവും പ്രത്യാശയും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക. ഈ ക്രിസ്മസിന്റെ സന്തോഷം ഡിസംബർ മാസത്തിൽ മാത്രമല്ല, വർഷത്തിന്റെ എല്ലാ മാസങ്ങളിലും ഉണ്ടാകട്ടെ.
ക്രിസ്മസിന്റെ യഥാർത്ഥ സ്നേഹം, അതായത് യേശു ഭൂമിയിലേക്ക് വന്നതിന്റെ യഥാർത്ഥ സന്തോഷം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും വാഴട്ടെ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസ നേരുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.